The Real FM 103.6. ശ്രദ്ധ. സാമ്പത്തിക പരാധീനതകളിൽപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്ന നിരവധി സാധാരണക്കാർ ഭാഗ്യം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ വില കൊടുത്ത് സ്വന്തമാക്കുന്ന ഒന്നാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി. അംഗപരിമിതരും മറ്റ് ജോലികൾ ചെയ്ത് ഉപജീവനം നടത്താൻ നിവൃത്തിയില്ലാത്തവരുമായ ആയിരക്കണക്കിന് അതിസാധാരണക്കാർ അവരുടെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നതും ഇതേ ഭാഗ്യക്കുറി വിൽപ്പനയെ തന്നെയാണ്. പലപ്പോഴും ലോട്ടറി വിൽപ്പന നടത്തുന്നവരോട് അനുകമ്പ തോന്നി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നവർ നമുക്കിടയിലുണ്ട്. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന കൂലിയിൽ നിന്ന് നല്ലൊരു തുക ഭാഗ്യക്കുറി വാങ്ങിക്കാനായി മാറ്റിവെക്കുന്നവരും നിരവധിയാണ്. എന്നാൽ അനേകമാളുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്ന ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അടുത്തിടെ സംസ്ഥാന സർക്കാർ ലോട്ടറി വില വർദ്ധിപ്പിച്ചതും സമ്മാനങ്ങൾ കുറച്ചതും സാധാരണ ലോട്ടറി വിൽപ്പനക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കാനാകാതെ കെട്ടിക്കിടക്കുകയാണ്. സമ്മാനങ്ങൾ കുറച്ചതു കാരണം ജനങ്ങളിൽ ലോട്ടറി വാങ്ങാൻ താൽപ്പര്യം കുറഞ്ഞതാണ് കാരണം. ശ്രദ്ധ ഇന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നു. ആദ്യം 20 വർഷത്തിലധികമായി ലോട്ടറി വിൽപ്പന രംഗത്ത് പ്രവർത്തിക്കുന്ന AITUC സംസ്ഥാന സെക്രട്ടറി കൂടിയായ സനൽ വട്ടിയൂർക്കാവ് ശ്രദ്ധയോട്. ഈ മേഖലയിലെ എല്ലാ തൊഴിലാളികളെയും ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വില വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. 20 രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് മാറി 30ന്റെ ടിക്കറ്റായി. അതിന്റെ കൂട്ടത്തിൽ തന്നെ 40ഉം 50ഉം ഉണ്ടായിരുന്നു. അന്ന് നല്ല രീതിയിലുള്ള കച്ചവടങ്ങളും ഉണ്ടായിരുന്നു. കോവിഡ് വന്ന് 3-4 വർഷക്കാലമായി ഈ മേഖല വളരെ ടൈറ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ 50 രൂപ വില വർദ്ധിപ്പിച്ചത്. ഏകപക്ഷീയമായി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കിയ രീതിയാണ് ഭാഗ്യക്കുറിയിൽ 50 രൂപ വർദ്ധിപ്പിച്ചത്. 50-50 ടിക്കറ്റിന്റെ പ്രൈസ് പോലും ഇപ്പോഴുള്ള ടിക്കറ്റിന് കൊടുക്കാതെ അതിൽ ഉണ്ടായിരുന്ന പ്രൈസ് പോലും വെട്ടിക്കുറച്ചുകൊണ്ട് ഈ വിപണിയിൽ 50 രൂപ ടിക്കറ്റ് ഇന്നിവിടെ വളരെ അധികം തൊഴിലാളികൾ കഷ്ടപ്പെടുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി കിട്ടാൻ വേണ്ടി ഈ തൊഴിലുമായി ഇറങ്ങുന്ന തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. 5000ന്റെ സമ്മാനം 50-50യിൽ 23 ഉണ്ടായിരുന്നു, അതിപ്പോൾ 18 ഉള്ളൂ. 2000ന്റെ പ്രൈസ് ഉണ്ടായിരുന്നു, അതില്ല. 200ന്റെ പ്രൈസ് ശ്രീശക്തി എന്ന ഒരു ലോട്ടറിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 200 രൂപയുടെ പ്രൈസ് കൂടി ഈ മേഖലയിൽ വരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 50 രൂപയ്ക്ക് 50 രൂപ സമ്മാനം, അത് സമ്മാനമാണോ പാരിതോഷികമാണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിലാണ് പ്രൈസ് ഘടന നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാറ്റണമെന്ന് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ പ്രൈസ് ഘടനയിലെ പൊതുജനങ്ങൾക്ക് ഭയങ്കരമായ എതിർപ്പുണ്ടായി. ആ എതിർപ്പിന്റെ സാഹചര്യത്തിൽ അവരാരും കടകളിൽ വന്നോ നടന്ന് വിൽക്കുന്നവരെ കയ്യിൽ നിന്നോ ചെറിയ തട്ടുകളിട്ട് വിൽക്കുന്ന തട്ടുകളിലോ ജനങ്ങൾ പോകുന്നില്ല, ടിക്കറ്റ് വാങ്ങുന്നില്ല. ടിക്കറ്റ് തീരാതെ വരുമ്പോൾ റോഡിലിരുന്ന് സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് വരുത്തി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ്: 50 രൂപയല്ലേ, അതിൽ പ്രൈസ് ഇല്ലല്ലോ. പകുതി ടിക്കറ്റ് പോലും വിൽക്കുവാൻ ഇപ്പോൾ ആർക്കും കഴിയുന്നില്ല, ഒരു തൊഴിലാളികൾക്കും കഴിയുന്നില്ല, വൻകിട ഏജന്റുമാർക്കും കഴിയുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. തൊഴിലാളികളെ ഭയങ്കരമായ രീതിയിൽ വരുമാനം കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 7 ദിവസമായി മഴയാണ്. മഴയത്ത് ഒരു തൊഴിലാളികൾക്കും ടിക്കറ്റ് വിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ടിക്കറ്റ് ഓഫീസുകളിൽ നിന്ന് എടുക്കാൻ പോലും കാശില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ തൊഴിലാളികൾ പോകുന്നത്. കടകളിൽ ചെന്നും കടം വാങ്ങിച്ചും ഒക്കെ വിൽക്കാൻ ഇപ്പൊ ഭയമായിരിക്കുകയാണ് അവർക്ക്. കാരണം വിറ്റ് ആ പൈസ കൊണ്ടുവന്ന് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത ദിവസത്തെ ടിക്കറ്റ് എടുക്കാൻ കഴിയൂ. അതിനൊരു സാഹചര്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഈ വില വർധനവിനോട് കൂടിയും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ ശ്രീ മംഗളാംബിക ലോട്ടറി ഏജൻസി നടത്തുന്ന മാരിസ്വാമിയുടെ പ്രതികരണം. ഇപ്പൊ ലോട്ടറിന്റെ പേപ്പർ മഹാ തല്ലിപ്പൊളി പേപ്പറാണ്. ലേസം ഒരു നണവെട്ടിയാണ് കീറിപ്പോവാണ്. അതേപോലെ ഡിജിറ്റൽ നമ്പർ ശരിക്കും മനസ്സിലാകുന്നില്ല. ശ്രീശക്തിന്റെ ഇത് മാത്രം നമ്പർ കറക്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പേപ്പറിലെയും മംഗളായിട്ടാണ് നമ്പറൊക്കെ കൊടുക്കുന്നത്.
അത് ഞങ്ങളിപ്പോൾ വയസ്സന്മാരായ ആൾക്കാർക്ക് ആ നമ്പർ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണുന്നില്ല. ഇപ്പം 100 രൂപയുടെ ഗ്യാരണ്ടിയിലെ DC-ക്ക് 240 രൂപ ഉണ്ടായിരുന്നു, അതിപ്പോൾ 144 കച്ചവടക്കാർ പകുതി ആൾക്കാർ സൈഡായി പോയി. ഞങ്ങളൊക്കെ 40 രൂപ ടിക്കറ്റ് കാട്ടി 50 രൂപ ടിക്കറ്റ് പകുതി കച്ചവടം ആകുന്നില്ല. കണ്ടമാനം ടിക്കറ്റ് ഡെയിലി ബാക്കിയാണ്. ഞങ്ങളൊക്കെ സൈഡായി ടിക്കറ്റൊക്കെ അവസാനം നിർത്താനുള്ള ഇതിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. 120 ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലത്ത് ആകെ 60 ടിക്കറ്റ് 70 ടിക്കറ്റ് പോലെ ഡെയിലി 10 ടിക്കറ്റ് 20 ടിക്കറ്റ് ബാക്കിയായ ഞങ്ങൾ നടന്നു വിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? ഇത്രയും പൈസ ആയിട്ട് 50 രൂപ ടിക്കറ്റ് വരെ മര്യാദയ്ക്ക് അടിക്കായിട്ട് പേപ്പർ കണ്ടിട്ടാണെങ്കിൽ തല്ലിപ്പൊളി പേപ്പറാണ്. 50 രൂപേൻ്റെ വില ടിക്കറ്റിൻ്റെ വില കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ ആലോചിക്ക്. ഇത്രയും മോശമല്ല ഇത് വേറെ എവിടെയില്ല. ഇത് ഈ സമ്മാന ഘടന ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാർ ആരാണ്? അവർക്കൊക്കെ തീരെ വിവരമില്ലേ? 50 രൂപേൻ്റെ ടിക്കറ്റൊക്കെ എത്ര ആകെ 3 മണിക്ക് നിരക്കെടുക്കണ 5 മണി 2 മണിക്കൂറാണ് നിരക്കെടുക്കണേ. ഞങ്ങൾക്ക് ആദ്യം 4 മണിയാകുമ്പോൾ 1 മണിക്കൂറത്തെ കച്ചവടം പോയിട്ടുണ്ട്. ടിക്കറ്റ് റിസൾട്ടിലായിട്ട് നമ്മുടെ കസ്റ്റമർ അടുത്ത് കച്ചറ ഡെയിലി തെരിയാ വിളിക്കണ നമ്മളെ 5 മണി വരെ വന്നിട്ട് റിസൾട്ട് വന്നില്ലേന്ന് ചോദിക്കാം. എന്ത് ഇതാണ് ഇതൊക്കെ? ലോട്ടറി ലാസ്റ്റ് കൊണ്ടുപോയി മുടിച്ചാഞ്ഞത്. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. KLAA ലോട്ടറി അസോസിയേഷൻ മെമ്പറും 33 വർഷത്തിലധികമായി കോഴിക്കോട്ട് ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തുന്നയാളുമായ അനിൽകുമാർ. ലോട്ടറിക്കാരെ പ്രശ്നം എന്താ വെച്ചപ്പോൾ കച്ചവടമൊക്കെ പറ്റ പോക്കാണ്. ഇപ്പം എന്താ വെച്ചാൽ ആദ്യം ടിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ 30%, 34% വരെയൊക്കെ ലാഭം ഉണ്ടായിരുന്നു. കച്ചവടം 100 രൂപയ്ക്ക് 30 രൂപ 34 രൂപ കിട്ടിയിരുന്നു. അപ്പോൾ ആ സ്ഥാനത്ത് വെറും 12% ലാഭമുള്ളൂ. അതായത് 50 രൂപ ടിക്കറ്റ് ഒന്ന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 14 രൂപ കിട്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം വെറും 7 രൂപയാണ് കിട്ടുന്നത്. അതുകൊണ്ട് കച്ചവടക്കാർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ ടിക്കറ്റ് മഴയെ കൊണ്ട് ബാക്കി അല്ലെങ്കിൽ പൊതുവെ ബാക്കിയാണ് സംഭവം. പിന്നെ ടിക്കറ്റിൽ തീരെ പൈസയും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ 60 ടിക്കറ്റ് എടുത്ത് വിൽക്കുന്നത്. 60 ടിക്കറ്റ് വിറ്റാൽ തന്നെ 20 ടിക്കറ്റ് 25 ടിക്കറ്റ് 15 ടിക്കറ്റ് ബാക്കിയാണ്. ഈ 10,000 ഉറപ്പോളം കയ്യിൽ നിന്ന് പോകും. അതാണ് സ്ഥിതി. അപ്പോൾ അതിൽ പിടിച്ചേക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. സമ്മാനഘടന മാറ്റി തന്നെ വേണം. 50 ഉറപ്പ് ആക്കേണ്ട ശേഷമാണ് കൂടുതൽ പ്രശ്നമായത്. അതുവരെ അത്യാവശ്യം ഒത്തുപിടിച്ച് പോയിരുന്നു. വിറ്റാനുള്ള കമ്മീഷനും ഇല്ല, ഒന്നുമില്ലാത്ത വിധത്തിലായി ഇപ്പോൾ. സ്ഥിരം ലോട്ടറി വാങ്ങുന്ന കോഴിക്കോട് സ്വദേശി ശിവാനന്ദൻ പറയുന്നത് കേൾക്കാം. തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് നറുക്കെടുപ്പ് തുടങ്ങിയപ്പോഴാണ് ഈ പ്രൈസ് പലർക്ക് കിട്ടാതായത്. വില വർധനവ് ഉണ്ട്, അതിനെ കൊണ്ട് ടിക്കറ്റ് കുറവാണ്. അല്ല, പ്രൈസ് പലർക്ക് കിട്ടാതാകുന്നത് അതൊരു ഇതുണ്ട്. ആദ്യം എല്ലാ സ്ഥലത്തും നറുക്കെടുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മാത്രമായി നറുക്കെടുപ്പ്, അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചില ആൾക്ക് ഇതുണ്ട്. പിന്നെ വില വർധനവ് ഒരു പ്രശ്നം തന്നെ ഉണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ട്. 3 എണ്ണം എടുക്കുന്നവർ 1 എണ്ണം എടുക്കൂ, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. 3 ടിക്കറ്റ് 120 രൂപ എടുത്താൽ അതിന്. അപ്പോൾ അതിനെക്കൊണ്ട് 3 ടിക്കറ്റ് 150 നേരം ആള് ഒരു ടിക്കറ്റ് എണ്ണം കുറയും. ടിക്കറ്റ് ഒരെണ്ണൊക്കെ ആക്കിയിടും. മടി വന്ന് പറയും എത്രയോ ആളുകൾക്ക്. നമ്മൾ തന്നെ ചില ദിവസം എടുക്കില്ല. വില കുറയ്ക്കുക. ഇത് 50 രൂപ പ്രൈസൊക്കെ ഒഴിവാക്കുക. മിനിമം 40 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. മിനിമം 50 ഒഴിവാക്കി 100 അല്ല, പിന്നെ 5000 2 പ്രൈസ് കൂട്ടി കൊടുക്കുക. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ ശ്രദ്ധയോട്. എക്സൈസും GSTയും കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് പണം എത്തുന്നത് ലോട്ടറിയിൽ നിന്നാണ്. ഈ വികലാംഗരായ ആളുകളൊക്കെ മറ്റൊരു ജോലി ചെയ്യാൻ പറ്റാതെ ഇതൊരു തൊഴിലായി തന്നെ പലരും ചെയ്തു വരുന്നത് കൊണ്ടാണ് ആളുകൾ ഇതിനെ കുറെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്. 40 രൂപയായിരുന്ന കാലത്ത് ഈ വഴിയിൽ കൂടി നടന്ന് വിൽക്കുന്ന കച്ചവടക്കാർക്ക് ഒരു ടിക്കറ്റ് വിറ്റാൽ 6 രൂപയായിരുന്നു അവരുടെ കമ്മീഷൻ. എന്നാൽ ഇപ്പോൾ 50 രൂപ ലോട്ടറി ടിക്കറ്റിന് വന്നു കഴിഞ്ഞപ്പം ഒന്ന് മഴക്കാലമായതുകൊണ്ടും പെട്ടെന്ന് ഈ 10 രൂപ കൂട്ടിയത് കൊണ്ടും കച്ചവടം ഭയങ്കരമായിട്ട് കുറഞ്ഞു. നേരത്തെ ദിവസം 100 ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന ആൾക്ക് ഇപ്പോൾ അത് 50-നും 60-നും ഇടയ്ക്കേ വിൽക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവന്റെ പ്രതിദിന വരുമാനം കുറഞ്ഞു. 40 രൂപയായിരുന്നപ്പം ദിവസം ഓരോ പ്രാവശ്യത്തെ നറുക്കെടുപ്പിന് അടിച്ചു വിറ്റുകൊണ്ടിരുന്നത് 1,08,00,000 ലോട്ടറി ആയിരുന്നു. അന്ന് ഏതാണ്ട് 3 ലക്ഷത്തിൽ താഴെ സമ്മാനങ്ങളായിരുന്നു മൊത്തം കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് ഏറ്റവും മിനിമം സമ്മാനം എന്ന് പറയുന്നത് 100 രൂപയും അത് ബമ്പറും ഒക്കെ ആയിരിക്കുമ്പോൾ 25 കോടിയും ഒക്കെ ആയിരുന്നു. പക്ഷേ മിനിമം 100 രൂപയായിരുന്നു. പക്ഷേ 80 രൂപ ആയിട്ട് ലോട്ടറി ടിക്കറ്റ് വർദ്ധിച്ചപ്പം ആ ലോട്ടറിയുടെ പ്രൈസ് 50 രൂപയാക്കി കുറച്ചു. എന്നിട്ട് മൊത്തമുള്ള സമ്മാനങ്ങളുടെ എണ്ണം 6 ലക്ഷത്തോളം ആക്കി. പക്ഷേ അങ്ങനെ 6 ലക്ഷത്തോളം ആക്കിയെങ്കിലും 40 രൂപയുടെ കാലഘട്ടങ്ങളിലേക്കാൾ സമ്മാനത്തുക മൊത്തം കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും സർക്കാർ പണം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലോട്ടായി പോയി. പിന്നെ ഇതുകൊണ്ട് ആകെ നേട്ടം എന്ന് പറയുന്നത് ഈ മൊത്ത വിൽപ്പനക്കാർക്ക്, അതായത് 3 സ്ലാബുകളിലായിട്ടാണ് ലോട്ടറി ഏജന്റുമാർക്ക് ഈ ലോട്ടറി ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടിയ ആളുകൾക്ക് ഇത്ര ലോട്ടറി ടിക്കറ്റ് കൊടുക്കും, അതിന്റെ താഴോട്ട് ഇത്ര. അപ്പൊ അങ്ങനെയുള്ള വലിയ ഏജൻസികൾക്ക് കൂടുതൽ ലോട്ടറി ടിക്കറ്റ് കിട്ടാൻ ഇത് ഇടവരുത്തി. അങ്ങനെയുള്ളവര് തമിഴ്നാട്ടിലേക്ക് ഈ ടിക്കറ്റ് കടത്തുന്നതായിട്ടും വ്യാപകമായി ആക്ഷേപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളത്തിൽ വിൽക്കേണ്ട ടിക്കറ്റാണ് ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഒരു കള്ളക്കടത്താണ്. തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഇത് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിയമം. എന്തായാലും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ വൻ അഴിമതിയാണെന്ന് അവിടുത്തെ ഒരു ജീവനക്കാരന്റെ ബന്ധു തന്നെ കൊടുത്ത കേസിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ട് തന്നെ 5-8 മാസമായെങ്കിലും FIR ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഗവൺമെന്റ് തന്നെ ഇതിനകത്തെ ഒരു സുതാര്യത വെളിപ്പെടുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിശ്വസനീയത ആളുകളുടെ ഇടയ്ക്ക് നഷ്ടപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകൾക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതം ബുദ്ധിമുട്ടാകുകയും ചെയ്യും. ലോട്ടറി വിലവർധനയും സമ്മാനങ്ങൾ കുറച്ചതും ഈ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നത് നമ്മൾ ഇപ്പോൾ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അശാസ്ത്രീയവും ഏകപക്ഷീയവുമായതുമായ മാറ്റങ്ങൾ നിരവധി സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷകളെയാണ് ഇല്ലാതാക്കുന്നത്. അതിജീവനത്തിനുള്ള അവസാന വഴിയും അടയുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരെ കേൾക്കാൻ സർക്കാർ തയ്യാറാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.